ആഗോള അയ്യപ്പ സംഗമത്തെ തുടർന്ന് NSS എടുത്ത നിലപാടും കേരളത്തിൽ കോൺഗ്രസിനെയും BJPയും ചെറുതായിട്ടൊന്നുമല്ല അലട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും കോൺഗ്രസ് ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലെ NSS നിലപാടിൽ സൂക്ഷ്മതയോടെ നീങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. സുകുമാരൻ നായരെ തിരക്കിട്ട് കാണേണ്ടതില്ല എന്നാണ് തീരുമാനമെന്നറിയുന്നു. തിരക്കിട്ട് കാണുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. NSS സമദൂര നിലപാട് തുടരുമെന്ന പ്രതീക്ഷയിൽ നിലപാട് മാറ്റം കൂടുതൽ ചർച്ചയാക്കേണ്ടതില്ലെന്നുമാണ് തീരുമാനം. അതേസമയം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ NSS ജനറൽ സെക്രട്ടറിക്കെതിരെ ഉന്നയിക്കാനും ഇല്ല കോൺഗ്രസ് എന്നാണ് അറിയുന്നത്. ഈ പ്രതിഷേധങ്ങളിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞത് അതിന്റെ സൂചനയായി കണക്കാക്കാം. അതായത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രസ്താവനയിൽ അതൃപ്തിയുണ്ടെങ്കിലും ആ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കാനോ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ നീങ്ങാനോ കോൺഗ്രസ് തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ അതേസമയം NSS ജനറൽ സെക്രട്ടറിയെ ഇപ്പോൾ പെരുന്നയിൽ പോയി നേരിട്ട് കണ്ട് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നത് മറ്റു വാർത്തകൾക്കിടയാക്കുമെന്നുള്ളത് കൊണ്ടും അത് തെറ്റായ സന്ദേശം നൽകും എന്നുള്ളത് കൊണ്ടും തൽക്കാലം ഒന്ന് ഇത് താമസിപ്പിക്കാനാണ് തീരുമാനം. അതിൽ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനാണ് തീരുമാനം. റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് റോഷിപാലിലേക്ക് അല്പസമയത്തുള്ളിൽ വരാം. അപ്പോൾ സുകുമാരൻ നായരെ ഉടൻ കണ്ട് അനുനയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം. കുറച്ച് സമയം കഴിയട്ടെ, അതിനുശേഷം പെരുന്നയിൽ പോയി സുകുമാരൻ നായരെ കാണാമെന്നുള്ളതാണ്. നേരത്തെ സുകുമാരൻ നായർ പറഞ്ഞൊരു കാര്യം, എന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ആരും വന്ന് കാണുന്നില്ല എന്നുള്ളതാണ്. തൽക്കാലം അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്നുള്ളതാണോ തീരുമാനമെന്ന് നമുക്ക് ചോദിക്കാം. റോഷിയുണ്ട്. റോഷി, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. റോഷി, വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് NSSന്റെ പ്രതികരണത്തെ കോൺഗ്രസ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. KC വേണുഗോപാലിന്റെ പ്രതികരണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: പരസ്യ പ്രതികരണങ്ങൾക്കോ സുകുമാരൻ നായർക്കെതിരെ പരസ്യ വിമർശനങ്ങൾക്കോ കോൺഗ്രസ് ഇല്ല. NSSനെ തള്ളിപ്പറയാനുമില്ല. NSSനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പക്ഷേ പെരുന്തയിൽ പെട്ടെന്ന് പോയി ഒരു അനുനയ നീക്കം നടത്താൻ കോൺഗ്രസ് ഒരുക്കമല്ല എന്നാണോ അറിയുന്നത് റോഷി? അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. NSS ആസ്ഥാനത്തേക്ക് കോൺഗ്രസ് നേതാക്കൾ വളരെ പെട്ടെന്ന് പോകുന്നില്ല. നേരത്തെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്നിൽ സുരേഷ് പോയിരുന്നു. പക്ഷേ സ്ഥലം MP എന്ന നിലയിൽ മാത്രം കണ്ടാൽ മതിയ സന്ദർശനത്തെ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി NSSന്റെ നിലപാട് മാറ്റത്തിൽ അനുനയ നീക്കം നടത്തില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. കോൺഗ്രസ് നേതൃത്വം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. പിന്നീട് നേതാക്കൾ തമ്മിൽ കൂടിയാലോചനകൾ നടത്തിയതിന് ശേഷമാണ് തിരക്കിട്ട NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണുമ്പോൾ അത് തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുമെന്ന നിലയിലേക്ക് എത്തിയത്. കാരണം ശബരിമല വിഷയത്തിൽ UDF എടുത്ത നിലപാട് അതിൽ തെറ്റില്ല, അത് കൃത്യമായ നിലപാടാണെന്ന വിലയിരുത്തലാണ്. എവിടെയും അത് പിഴച്ചിട്ടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കാരണം ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട സർക്കാർ സ്വീകരിച്ച നിലപാട് തിരുത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവാണെങ്കിൽ പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. അതിന് ഒരു ചോദ്യത്തിന് പോലും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. അതിൽ പ്രധാനമായത് യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചുമത്തിയ കേസുകൾ പിൻവലിക്കുക എന്നതും പിന്നീട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അഫിഡവിറ്റ് പിൻവലിക്കുക എന്ന ചോദ്യമാണ്. ഇതിലൊക്കെ മറുപടി പറയാത്തത് കൊണ്ടാണ് വിട്ടുനിൽക്കാതിരുന്നത്. ആ ഒരു സാഹചര്യം പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ്, പാർട്ടി പ്രവർത്തകരെ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് UDFന്റെ തീരുമാനം. അതിനൊപ്പം ഈ കാര്യങ്ങൾ NSSന് ബോധ്യമാകും. സമദൂര സിദ്ധാന്തത്തിൽ നിന്നും NSS പിന്നോട്ട് പോകില്ല എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിന്. അതുകൊണ്ട് തന്നെയാണ് തിരക്കിട്ട് ഒരു കൂടിക്കാഴ്ചക്കോ അനുനയ നീക്കത്തിനോ UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ തയ്യാറാകാതിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു റോഷി.